നമസ്തേ, എല്ലാവർക്കും ദ മൈൻഡ് വെൽനസിന്റെ NPD സീരീസിലേക്ക് ഹാർദമായ സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഞാൻ നിങ്ങളുടെ ഡോക്ടർ സൂസൻ കോരൻ. നമ്മുടെ NPD സീരീസ് എല്ലാം തന്നെ അവയർനെസ് ആയിട്ട് മാത്രമുള്ളതാണ്. നിങ്ങൾ ഡയഗ്നോസ് ചെയ്യാൻ അതിനെ ഉപയോഗിക്കരുത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ നല്ലൊരു എക്സ്പേർട്ടിനെ കൺസൾട്ട് ചെയ്യുക തന്നെ വേണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, നമ്മളിപ്പം 2025 കടന്നു. അപ്പം നമുക്ക് നമ്മുടെ നമുക്കൊരു ലേണിംഗ്, ഒരു അവയർനെസ്, ഒരു ഇൻസൈറ്റ്സിലേക്ക് നമുക്ക് നോക്കാം. അത് എന്ന് പറയുന്നത്, ആർ യു റെഡി ഫോർ മാരേജ്? പലരും മാരേജിൽ ഒത്തിരി കഷ്ടതകൾ അനുഭവിക്കുന്നുണ്ട്, ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് മാരേജ്, എന്തിനാണ് ഞാനിത് ചെയ്യുന്നത്, എന്തൊരു ബുദ്ധിമുട്ടാണ്, ഇങ്ങനെയൊന്നുമല്ല വിചാരിച്ചെന്ന് പറയും. പലപ്പോഴും നമ്മളിലെല്ലാം വളരെ ഈ കഥകളിൽ കാണുന്ന, വളരെ കൊച്ചുനാൾ മുതലേ കടന്നു കേട്ട സിൻഡ്രല്ല പോലുള്ള ആ രീതിയിലുള്ള കഥകളിലൊക്കെ കേട്ട വെള്ളപ്പുറത്ത് വരുന്ന രാജകുമാരൻ, എന്നെ അങ്ങനെ കൊണ്ടുപോകുന്ന രാജകുമാരൻ, പിന്നെ കുറേ എന്താ പറയുക, മിൽസ് ആൻഡ് ബൂൺ കഥകൾ, ഇങ്ങനെയൊക്കെ ഉള്ളതിലൊക്കെ കാണുന്നത് പോലെയുള്ള മനോഹരമായിട്ടൊരു ജീവിതവും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ ആയിരിക്കും നമ്മൾ കാണുന്നത്. അപ്പോൾ എപ്പോഴും ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആണിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ഒരു വീക്കായിട്ടുള്ള ഒരു പെൺകുട്ടി എന്നുള്ള രീതിയിലാണ് പലപ്പോഴും നമ്മൾ ആൺ പെൺ റിലേഷൻഷിപ്പിനെ പോലും നമ്മൾ കണ്ടുവച്ചിരിക്കുന്നത്, അല്ലെ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. പക്ഷെ വെൻ യു ആർ റെഡി ഫോർ മാരേജ് എന്ന് പറയുമ്പോഴത്തേനും ഒരു വ്യക്തി ചെയ്യേണ്ട ഒരു കാര്യം, വ്യക്തി തന്നിലേക്ക് തന്നെ അനലൈസ് ചെയ്ത് നോക്കണം. ഞാനൊരു മാരേജിന് റെഡിയാണോ? ഒരു വ്യക്തിയുടെ കൂടെ എൻ്റെ ജീവിതം ഷെയർ ചെയ്ത് ഒരു ലൈഫ് പാർട്ട്ണർ എന്ന രീതിയിൽ പോകാനായിട്ട് ഞാൻ റെഡിയാണോ? അതിനകത്ത് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് യുവർ മെച്യൂരിറ്റി ലെവലാണ്. ഹൗ മെച്യൂർ യു ആർ ആസ് എ പേഴ്സൺ. ആർ യു ഇൻഡിപെൻഡൻറ്റ്? ആർ യു കേപ്പബിൾ ഇനഫ് ടു മാനേജ് യുവർ സെൽഫ്? എന്തെങ്കിലും പ്രശ്നം, യുവർ പ്രോബ്ലം സോൾവിങ്, യുവർ ഡിസിഷൻ മേക്കിംഗ്, യുവർ ഇമോഷണൽ ഇൻ്റലിജൻസ്, അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ വാല്യൂ ക്രിയേറ്റ് ചെയ്യേണ്ട ഏരിയാസ്, നിങ്ങളുടെ പേഴ്സണൽ ലൈഫ്, നിങ്ങളുടെ പ്രൊഫഷണൽ ലൈഫ്, നിങ്ങളുടെ സോഷ്യൽ ലൈഫ്, നിങ്ങളുടെ കരിയർ, നിങ്ങളുടെ ഫിനാൻഷ്യൽ, നിങ്ങളുടെ സെക്ഷുവൽ, നിങ്ങളുടെ സ്പിരിച്വൽ, നിങ്ങളുടെ ഫാമിലി, ഇതിനകത്തെല്ലാം പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനുള്ള അവയർനെസ് അല്ലെങ്കിൽ അറിവുകൾ, നോളജ്, ഇൻസൈറ്റ്സ്, അണ്ടർസ്റ്റാൻഡിങ്, ഇതെല്ലാം എനിക്കുണ്ടോ? എനിക്ക് കാര്യങ്ങളെ മാനേജ് ചെയ്തുകൊണ്ട് പോകാനുള്ള മെച്യൂരിറ്റി ഉണ്ടോ? എന്തെങ്കിലും ഒരു കാര്യത്തിൽ കൺഫ്രണ്ടേഷനുള്ള ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ എൻ്റെ സ്റ്റാൻഡിനെ കറക്റ്റായിട്ടുള്ള രീതിയിൽ എനിക്ക് അസേർട്ട് ചെയ്യാൻ പറ്റുമോ? ആ രീതിയിൽ. അതുപോലെ തന്നെ ഒരു മാരേജ് എന്നെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ ആയിരിക്കണമെന്ന് എൻ്റെ പാർട്ട്ണറോട് കറക്റ്റായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കുമോ? ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കണം. കംപ്ലീറ്റ് ഒരു മെച്യൂറായ വ്യക്തിക്ക് മാത്രമേ പ്രോപ്പറായിട്ടുള്ള ഒരു മാരേജ് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, ബി അവെയർ ഓഫ് യുവർ റൈറ്റ്. യു ഷുഡ് നോ യുവർ റൈറ്റ്സ്. ഒരു വീട്ടിൽ നമ്മൾ മാരേജ് കഴിയുമ്പോൾ യു ടു ബിക്കം വൺ, നിങ്ങളുടെ ബേസ് ഫാമിലിയിൽ നിന്ന് നിങ്ങളുടെ കോർ ഫാമിലി നിങ്ങൾ ഫോം ചെയ്യണം. നിങ്ങളുടെ ബേസ് ഫാമിലിയിൽ അച്ഛനമ്മ മക്കൾ ഉണ്ടായതുപോലെ തന്നെ നിങ്ങൾ ഇനി അച്ഛനമ്മ മക്കൾ ഉണ്ടാകുന്ന ഒരു കോർ ഫാമിലിയിലേക്ക് നിങ്ങൾ ഫോം ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെതായ രീതിയിലുള്ള റൈറ്റ്സ് ഉണ്ട് നമുക്ക്. വാട്ട് ഈസ് മൈ റൈറ്റ്? എൻ്റെ റൈറ്റ് എന്ന് പറയുന്നത്, നിങ്ങളുടെ ബേസ് ഫാമിലിയിൽ അവിടെ ഒരു മദർ ഉണ്ടായിരുന്നെങ്കിൽ അതിലേക്കാണ് നമ്മൾ നോക്കുക. പക്ഷെ ആ മദറിന് നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു കിട്ടിയിരുന്നത്. വാസ് ഷീ എ റിയൽ കോൺഫിഡൻറ്റ് സ്ട്രോങ് പേഴ്സൺ ഇൻ ദാറ്റ് മാരേജ്? അവിടെ അബ്യൂസസോ അല്ലെങ്കിൽ ഒരു ഡിസ്ഫങ്ഷനിങ് വേയിലോ റിലേഷൻഷിപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് കൊണ്ടുവരാൻ പറ്റത്തില്ല. അപ്പം നിങ്ങളുടെ ഒരു റൈറ്റ് ആണ് നിങ്ങൾ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ അറിയുകയും അതിനകത്ത് കറക്റ്റായിട്ടൊരു രീതിയിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുകയും ചെയ്യുക എന്നുള്ളത്. അതിനകത്ത് എന്നെ ട്രീറ്റ് ചെയ്യപ്പെടേണ്ട രീതി, എന്നെ അക്സെപ്റ്റ് ചെയ്യപ്പെടേണ്ട രീതി, എന്നെ അക്നോളജ് ചെയ്യപ്പെടേണ്ട രീതി, അതല്ലെങ്കിൽ എനിക്ക് ഏത് ലെവൽ വരെയൊക്കെ ഇവിടെ ഒരു അവകാശവും അധികാരവും പവറും പൊസിഷനും എല്ലാം ഉണ്ട് എന്നുള്ളതും എല്ലാം നമ്മൾ നമ്മുടെ റൈറ്റ്സ് അറിയണം. ഒരു രാജ്യത്ത് നമുക്ക് റൈറ്റ്സ് ഇല്ലേ എന്ന് പറഞ്ഞ പോലെ കുടുംബങ്ങളിൽ നമുക്ക് റൈറ്റ്സ് വേണ്ടേ? ഈ കുടുംബങ്ങളിൽ മാത്രമേ ഇതില്ലാത്തുള്ളൂ. കുടുംബം മാത്രമേ ഇങ്ങനെ റൈറ്റ്സുകളും ഇതൊന്നും ഇല്ലാതെ തോന്നിയ പോലെ പ്രവർത്തിക്കുന്ന കുടുംബങ്ങളിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ളിടത്തൊക്കെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടായിരിക്കും. അപ്പോൾ യു നീഡ് ടു നോ യുവർ റൈറ്റ്സ്. പിന്നെ നമ്മൾ അറിയേണ്ടത് നോ യുവർ ലിമിറ്റ്സ് ആണ്. എൻ്റെ ലിമിറ്റ് ഇവിടം വരെയുള്ളൂ, ഇതിൻ്റെ അപ്പുറത്തേക്ക് എൻ്റെ ലിമിറ്റ് ഇല്ല. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, ഞാൻ വരുന്നത് എൻ്റെ ബേസ് ഫാമിലിയിൽ നിന്നാണ്. എൻ്റെ ബേസ് ഫാമിലി എനിക്കറിയുന്ന പോലെ എൻ്റെ പാർട്ട്ണർക്ക് അറിയണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. അതുപോലെ എൻ്റെ പാർട്ട്ണറുടെ ബേസ് ഫാമിലിയെ ഞാൻ അതുപോലെ അറിയണമെന്ന് എനിക്ക് യാതൊരു നിർബന്ധവും ഇല്ല. അദ്ദേഹത്തിൻ്റെ റിലേഷൻസ്, ദ വേ പീപ്പിൾ വെയർ കണക്റ്റഡ് വിത്ത് ഹിസ് ഫാമിലി വെൻ ഹി വാസ് ഗ്രോയിങ് അപ്പ്, ആരായിരുന്നു അവരോട് ഏറ്റവും നന്നായിട്ടുണ്ടായിരുന്നത്, അയാളോട് നന്നായിട്ടുള്ള ആളുകളെല്ലാം എന്നോട് നന്നായിരിക്കണമെന്ന് വലിയ നിർബന്ധങ്ങളൊന്നുമില്ല. ബിക്കോസ് ദേ ആർ സീയിങ് മീ ഫസ്റ്റ് ടൈം, ഐ ഡോണ്ട് ഹാവ് എനി റിലേഷൻഷിപ്പ് വിത്ത് ദം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞാനൊരു ഫങ്ഷണൽ റിലേഷൻഷിപ്പിലൂടെ പതുക്കെ ബിൽഡ് ചെയ്തുകൊണ്ട് വരികയുള്ളൂ. അതൊക്കെ അവിടെ അയാളെ കൺട്രോൾ ചെയ്യാനോ അയാളെ
അയാളുടെ ആ റിലേഷൻഷിപ്സിനെ ഏത് ലെവൽ വരെ എനിക്ക് ഇൻവോൾവ് ആകാം എന്നുള്ളതിൻ്റെ ലിമിറ്റ്സ്. അതുപോലെ തന്നെ ഓരോരുത്തരുടെ കാര്യങ്ങളിലും എവിടെയാണ് എൻ്റെ ലിമിറ്റ്സ് എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് അറിയണം. അതുപോലെ തന്നെ നമ്മുടെ ലിമിറ്റ്സ് അറിയുന്ന പോലെ തന്നെ മറ്റേയാളുടെ ലിമിറ്റ്സിനെയും നമ്മളൊന്ന് അവെയർ ആയിരിക്കണം. അതിൻ്റെ ബിയോണ്ട് വരുമ്പോൾ നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാകണം ദിസ് പേഴ്സൺ ഇസ് ക്രോസിങ് ഹിസ് ലിമിറ്റ്സ് ഓർ ക്രോസിങ് ഹർ ലിമിറ്റ്സ് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മുടെ ലിമിറ്റ്സിനെ നമ്മൾ ക്രോസ് ചെയ്യാതിരിക്കും, അവരുടെ ലിമിറ്റ്സിനെ അവർ ക്രോസ് ചെയ്യാതിരിക്കുമ്പോഴാണ് ഒരു റിലേഷൻഷിപ്പ് ഏറ്റവും നന്നായി പോകുന്നത്. അതുപോലെ തന്നെ നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഒരു ഭാര്യ, ഒരു ഭർത്താവ് എന്ന് പറയുന്നവരുടെ ജോബ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സാധനമേ അറിയില്ല. ഞാൻ എപ്പോഴും പറയും, നിങ്ങളൊരു ഓർഗനൈസേഷനിൽ ഒരു പുതിയ ജോലിക്ക് കയറുകയാണ്, ഒരു പുതിയ റോള് നിങ്ങൾക്ക് കിട്ടുകയാണ്. ആ ഓർഗനൈസേഷൻ നിങ്ങൾ ആ ജോലിക്ക് കയറുമ്പോഴത്തേനും നിങ്ങളുടെ അടുത്ത് അവർ ചോദിക്കുകയാണ്, ഓക്കെ ഇതെന്താ ഇങ്ങനെ ചെയ്തത്, എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാനേ അറിയത്തുള്ളൂ, വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തോ, അതല്ലെങ്കിൽ നിങ്ങൾ പോയി പണി നോക്കുന്നു. നിങ്ങൾ ആരോടെങ്കിലും പറയുമോ? നിങ്ങൾ പറയില്ല. ഇത് നടക്കുന്ന ഒരു സ്ഥലമേ ഉള്ളൂ, കുടുംബം എന്ന് പറയുന്ന സ്ഥലം. അവിടെ നമ്മൾ ചോദിച്ചു ചെയ്യുന്ന ഭർത്താവിനോട് പറയല്ല, നിങ്ങൾ കുറച്ചുകൂടെ എനിക്ക് തന്നെ ഇങ്ങനെയൊക്കെ പറ്റത്തുള്ളൂ, എനിക്ക് ഈ പ്രണയവും ഇവള് പറയുന്ന പോലത്തെ റൊമാൻസും ഇവള് പറയുന്ന സാധനമൊന്നും എനിക്ക് വരത്തില്ല, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ എനിക്ക് കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെയൊക്കെ പറയുന്നത് ഒരു സ്ഥലത്തെ നടക്കത്തുള്ളൂ, കുടുംബങ്ങളിൽ മാത്രം നടക്കുന്നതാണ്. നമ്മളൊരു ഓർഗനൈസേഷനോ വേറെ എവിടെയോ ആയിക്കോട്ടെ, നമുക്കൊരു റോൾ ഉണ്ടെങ്കിൽ നമ്മളത് ആ റോളിലേക്ക് നമ്മളെ അസൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ ആരെങ്കിലും പറയും ഇത് എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ, ഇതൊക്കെ കണ്ടിട്ട് അങ്ങനെ അങ്ങോട്ട് വേണമെങ്കിൽ അങ്ങോട്ട് പോയാൽ മതി, വേണമെങ്കിൽ കൂടെ അങ്ങോട്ട് നിന്നാൽ മതി, അല്ലെങ്കിൽ ഇതൊന്നും നമ്മൾ ഒരിടത്തും പറയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഞാനൊരു ഭർത്താവാകുകയാണെങ്കിൽ ഭർത്താവിൽ നിന്ന് ഉദ്ദേശിക്കുന്നത് എന്ത്? ഭർത്താവിൽ നിന്നൊരു ഭാര്യ നമ്മൾ കോമൺ ആയിട്ട് നമുക്കൊരു റോളിന് JD ഉണ്ടെങ്കിൽ പോലും ഓരോ പെർട്ടിക്കുലർ ഓർഗനൈസേഷൻ അത് ചേഞ്ച് ആകുന്നത് പോലെ തന്നെ കോമൺ ആയിട്ട് നമ്മൾ പറയും ഒരു ഭർത്താവിന് ഇങ്ങനെയൊക്കെ റോള്. നമ്മുടെ ഭാര്യ എങ്ങനെയുണ്ടോ അയാൾക്കനുസരിച്ചാണ് ആ റോളിനെ ഞാൻ വീണ്ടും ഒന്ന് മോഡിഫൈ ചെയ്യേണ്ടത്. അങ്ങനെയല്ലേ നമ്മളെല്ലാവരും? അപ്പോൾ അവിടെ എനിക്ക് എൻ്റെ റോളിനെ നല്ലപോലെ അറിയുകയും അതിനകത്ത് ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടീസും ജോബും എന്താണെന്ന് അറിയുകയും എനിക്ക് കറക്റ്റായിട്ട് അറിയണം. അതുപോലെ തന്നെ ഭാര്യ അറിയണം ഞാൻ എന്താണ്, എങ്ങനെയാണ് ഞാൻ ഇവിടെ പ്രവർത്തിക്കേണ്ടത്. അവിടെ ഞാൻ കോമൺ ആയിട്ട് കുറേ കാര്യങ്ങളുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഭർത്താവിന് ചേരുന്ന രീതിയിൽ അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യണം. അപ്പോൾ ആ രീതിക്കാണ് നമ്മൾ ആ ജോബ് ഡിസ്ക്രിപ്ഷനെ എടുക്കേണ്ടത്. നമ്മുടെ ഫാമിലിയും ഒരു ഓർഗനൈസേഷൻ തന്നെയാണ്. അതിനെ വേറൊക്കെയോ രീതിയിലാക്കിയിട്ട് അതിനെ ഒരു ഡിസ്ഫങ്ഷണൽ വേയിലേക്ക് കൊണ്ടുപോകുന്നത് യാതൊരുവിധ ഒതന്റിസിറ്റിയും ഇല്ലാത്ത കുറേ ടീച്ചിങ്സുകളും കുറേ ഒപ്പീനിയൻസും കുറേ ഫീലിങ്സിൻ്റെ പുറത്ത് നടക്കുന്ന കാര്യങ്ങളാണ്. നമ്മൾ ലോജിക്കലായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മളൊരു ഭർത്താവാകുന്നു, നമ്മളൊരു ഭാര്യയാകുന്നു, ഒരു ലൈഫ് പാർട്ട്ണർ ആകുന്നു. ഒരു ലൈഫ് പാർട്ട്ണർ പറഞ്ഞാൽ എന്താണ്, ആ പൊസിഷനിൽ നിന്ന് എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതിൽ എന്തൊക്കെ റെസ്പോൺസിബിലിറ്റീസ് എനിക്കുണ്ട്, ഇത് നമ്മൾ തീർച്ചയായിട്ടും വളരെ നല്ല രീതിയിൽ അറിയണം. അത് നല്ല രീതിയിൽ ഡെലിവറി ചെയ്യാനും നമുക്ക് പറ്റണം. ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിലേക്ക്, നമ്മൾ ഓരോ ലൈഫിലേക്കും കയറുമ്പോഴത്തേനും അവിടെ നമ്മൾ ചില റോളുകൾ ആഡ് ചെയ്യപ്പെടുകയാണെന്നുള്ളത് ആലോചിക്കണം. അതായത് ഞാനൊരു ഭാര്യയാകുന്നു, അല്ല ഞാനൊരു ഭർത്താവ്, ഞാനൊരു ലൈഫ് പാർട്ട്ണർ ആകുമ്പോൾ എൻ്റെ ജീവിതത്തിലേക്ക് വേറൊരു വ്യക്തി വന്നു ചേരുകയാണ്. ഓൾറെഡി എൻ്റെ ജീവിതത്തിൽ അതുപോലെ പല വ്യക്തികൾ ഉള്ളതിലേക്കാണ് ഒരാൾ വന്ന് കയറുന്നത്. അപ്പോൾ ആർക്കാണ് ഞാൻ ആ പൊസിഷൻസ് കറക്റ്റായിട്ട് അസൈൻ ചെയ്ത് കൊടുക്കേണ്ടതെന്ന് അറിയണം. ഫോർ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു ഹസ്ബൻഡ് ഒരാൾ കല്യാണം കഴിക്കുന്നു, ഒരാണ് കല്യാണം കഴിക്കുമ്പോൾ അയാൾ കറക്റ്റായിട്ട് അറിയേണ്ട കാര്യമുണ്ട്. എൻ്റെ അമ്മ, എൻ്റെ സഹോദരി, എൻ്റെ ഭാര്യ, 3 സ്ത്രീകളെയാണ് ഞാൻ പറയുന്നത്. എൻ്റെ അമ്മയോട് ഞാൻ മകനാണ്, എൻ്റെ സഹോദരിയോട് ഞാൻ ബ്രദറാണ്, എൻ്റെ വൈഫിനോട് ഞാൻ ഹസ്ബൻഡാണ്. ഇവരെ 3 പേരെയും കറക്റ്റായിട്ട് മാനേജ് ചെയ്യുക എന്നുള്ളത് അയാൾ പഠിച്ചിരിക്കണം. അയാൾക്ക് അതിൻ്റെ അറിവുണ്ടായാൽ മാത്രമേ അയാളുടെ ജീവിതം ഒരു മാരേജിൽ ജീവിതം നന്നായിട്ട് പോകത്തുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു പയ്യൻ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അവനെങ്ങാനും ഭാര്യയുടെ കാര്യമൊന്ന് നോക്കിപ്പോയാൽ അവൻ പെങ്കോന്തൻ എന്ന് പറയുന്ന രീതിയിലുള്ള ആറ്റിറ്റ്യൂഡുകളാണ് പലപ്പോഴും. പക്ഷെ അമ്മയോട് കൂടുതൽ കാണിച്ചാലോ അവൻ എന്തോ നല്ലൊരു മകൻ. ഇന്നലെ വന്ന അവളോട് അവൻ അങ്ങനെ കൂറ് കാണിക്കുന്നുണ്ടോ, അമ്മയോട് അവൻ്റെ കൂറ് കണ്ടോ, പെങ്ങളോട് അവൻ്റെ കൂറ് കണ്ടോ, കുടുംബത്തോട് അവൻ്റെ കൂറ് കണ്ടോ? ദിസ് ഇസ് റോങ്. Then you should live your life with your mother and your sister. Do not bring a girl, a woman into that relationship if you cannot give her the place. അവർക്ക് ആ പ്ലേസ് കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ വെറുതെ കല്യാണം കഴിച്ച ഒരു പെണ്ണിനെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരരുത്. അതിനകത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് അവൾക്ക് ആ പൊസിഷൻ കൊടുക്കാനും അവളുടെ റൈറ്റ്സുകളെ നിങ്ങൾക്ക് കൊടുക്കാനും നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രം
ഒരാണ് വിവാഹം കഴിക്കുക, അല്ലെങ്കിൽ ഈ പണിക്ക് നിൽക്കരുത്, ഈ പണിക്ക് പോകരുത്, അല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ ആ സ്ത്രീ അവിടെ കിടന്ന് അനുഭവിക്കേണ്ടി വരും, അതുപോലെ അബ്യൂസ് അനുഭവിക്കേണ്ടതായിട്ട് വരും. അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ മകൻ എന്ന ഡ്യൂട്ടി ഈസ് ഡിഫറെന്റ്, നിങ്ങളുടെ ബ്രദർ എന്ന ഡ്യൂട്ടി ഈസ് ഡിഫറെന്റ്, ആൻഡ് യുവർ ഹസ്ബൻഡ് എന്ന് പറയുന്ന ഡ്യൂട്ടിയും ഡിഫറെന്റ് ആണ്. ഇതിനെ മൂന്നിനെയും കൂടെ കൂടിക്കൊഴിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പോവുക, നിങ്ങളൊക്കെ കൂടി ഇത് മാനേജ് ചെയ്തു, എൻ്റെ കുഴപ്പമില്ല. എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട്, പെണ്ണിന്റെ കയ്യിലാണ് ഇതിരിക്കുന്നത്. എന്ത് പെണ്ണിന്റെ കയ്യിലായിരിക്കുന്നത്? പെണ്ണങ്ങോട്ട് വന്ന് കയറിയിട്ട് എന്ത് ചെയ്യാന്? അവിടെ ഇരിക്കുന്ന ആണിന്റെ കയ്യിലാണ് അതിനെ മാനേജ് ചെയ്യാനുള്ളത് ഇരിക്കുന്നത്. അവന്റെ അമ്മയാണ്, അവന്റെ പെങ്ങളാണ്, അവന്റെ ഭാര്യയാണ്. അല്ലാതെ പെണ്ണിങ്ങോട്ട് വന്നിട്ട് അയ്യോ എൻ്റെ ഭർത്താവ്, അയ്യോ എൻ്റെ ഭർത്താവിൻ്റെ അമ്മ, അയ്യോ എൻ്റെ ഭർത്താവിൻ്റെ സിസ്റ്റർ, അയ്യോ ഞാൻ മാനേജ് ചെയ്താലേ കുടുംബം നന്നായി പോകത്തുള്ളൂ. ദാറ്റ് ഈസ് എ റോങ് കോൺസെപ്റ്റ്. അങ്ങനെ അല്ല അത് വരേണ്ടത്. അവിടെ സെന്റർ എന്ന് പറയുന്നത് ഭർത്താവാണ്, അയാളാണ്, ആ ആണാണ് ഈ 3 റിലേഷനെ മാനേജ് ചെയ്യേണ്ടത്. ഇതുപോലെ തന്നെയാണ് സ്ത്രീയുടെ അടുത്തും. വൈഫ് വന്നു കഴിയുമ്പോൾ അവൾ നോക്കേണ്ടത് എനിക്കൊരു ലൈഫ് പാർട്ട്ണറെയാണ് കിട്ടുന്നത്. അവിടെ എൻ്റെ അപ്പൻ, എൻ്റെ ആങ്ങള, ഞാൻ ആണുങ്ങളെ മാത്രമേ അവിടെ പറയുന്നുള്ളൂ, അമ്മ അവരവിടെ ഇരുന്നോട്ടെ. അപ്പം ഈ എൻ്റെ ആ ഒരു പൊസിഷനിലേക്കാണ് ഒരു ഭർത്താവ് എന്ന് പറയുന്ന ആൾ വന്നു കയറുന്നത്. അപ്പോൾ എനിക്ക് എൻ്റെ അപ്പനാ വലുത്, എനിക്ക് എൻ്റെ ആങ്ങളെ വന്നത്, അത് കഴിഞ്ഞാൽ നിങ്ങളുള്ളൂ. ദാറ്റ് വോണ്ട് വർക്ക്. അതങ്ങനെ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഒരിക്കലും നടക്കാൻ പാടില്ല. അതിന് പകരം നമ്മളുടെ ലൈഫിലുള്ള എല്ലാവരെയും, ഞാനിപ്പം ആണിന് പെണ്ണുങ്ങളോടുള്ള കണക്ഷൻ വെച്ച് പറഞ്ഞു, കാരണം ഒരു പെണ്ണാണ് അവരുടെ ലൈഫിലേക്ക് കയറി വരുന്നത്. ഞാൻ പെണ്ണിന് ആണുങ്ങളുടെ ഇത് വെച്ച് പറഞ്ഞു, അപ്പനും ആങ്ങളെ എന്ന് പറഞ്ഞു, കാരണം ഒരാണാണ് അവളുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ഇത് സ്ത്രീക്ക് അമ്മയോടും പുരുഷൻ അപ്പനോടും ഒക്കെ ബാധകം കേട്ടോ. ചിലര് അപ്പൻ പറയുന്നതേ കേൾക്കൂ, ഭാര്യയൊന്നും എൻ്റെ ആരുമല്ല എന്ന് പറഞ്ഞ് പോകുന്നവരുണ്ട്. അതുപോലെ തന്നെ പെൺകുട്ടികൾ അമ്മ പറയുന്നത് കേൾക്കൂ, എൻ്റെ ഭർത്താവൊന്നും ആരുമല്ല എന്ന് പറയുന്ന സിറ്റുവേഷൻസും ഉണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ മാനേജ് ചെയ്യാനുള്ള മെച്യൂരിറ്റിയും കേപ്പബിലിറ്റിയും നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ വിവാഹം കഴിക്കാവൂ. അല്ലെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കരുത്. കഴിച്ചു കഴിഞ്ഞാൽ അത് ഒരു കാരണവശാലും നല്ല രീതിയിൽ പോകില്ല. അഥവാ നിങ്ങൾ അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സീക്ക് ഹെൽപ്പ് ആൻഡ് കറക്റ്റ് യുവർ വേസ്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. അതല്ലാതെ എൻ്റെ ജീവിതത്തിൽ ഇവരൊക്കെയാണ് ഇമ്പോർട്ടൻ്റ്, നീ ഇന്നലെ വന്ന് കയറിയതാണ് എന്നുള്ള രീതിയിലുള്ള ആറ്റിറ്റ്യൂഡ് നമ്മുടെ ലൈഫ് പാർട്ട്ണറോട് നിങ്ങൾക്കുണ്ടെങ്കിൽ, നീ എൻ്റെ ആരുമല്ല, നീ ഇങ്ങനെ വന്നതാണ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് നിങ്ങൾക്കുണ്ടെങ്കിൽ പ്ലീസ് ഡു നോട്ട് ഗെറ്റ് മാരീഡ്. അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറെ എടുക്കുന്നതിന് മുമ്പ് അവരോട് പറഞ്ഞിരിക്കണം നിങ്ങൾ എങ്ങനെയാണ് അവരെ ട്രീറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന്. അപ്പോൾ അവിടെ ഒരു ഓപ്പൺനെസ് ഉണ്ട്, അവിടെ ഒരു എഗ്രിമെൻ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവരോട് പറയുകയാണ്, ഹലോ, നിങ്ങൾ എൻ്റെ ലൈഫിലേക്ക് വന്നു കയറുന്നത് പുറത്തുനിന്നുള്ള ഒരാളായിട്ടാണ്, എൻ്റെ ആരുമല്ല നിങ്ങൾ എന്നോട് പറയുന്നു എൻ്റെ ലൈഫ് പാർട്ട്ണറായിട്ട് വരാമെന്ന്. എൻ്റെ ട്രീറ്റ്മെൻറ്റ് നിങ്ങളോട് ഒരു ഔട്ട്സൈഡറെ പോലെ ആയിരിക്കും. എൻ്റെ ലൈഫിലേക്ക് വന്നിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ ചെയ്യും, കുറച്ച് സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും, മക്കളുണ്ടാവും, അതിനൊക്കെ വേണം ഞാൻ ചിലവിൽ തന്നോളാം. അല്ലാതെ വലിയ കാര്യമായിട്ടൊന്നും എൻ്റെ ലൈഫിലേക്ക് പ്രതീക്ഷിക്കേണ്ട. അവിടെ എൻ്റെ അമ്മയുണ്ട്, എൻ്റെ അനിയത്തിയുണ്ട്, എൻ്റെ ചേച്ചിയുണ്ട്, അല്ല എൻ്റെ ചേട്ടനുണ്ട്, എൻ്റെ അപ്പനുണ്ട്, ഞങ്ങളാണ് ഒരു യൂണിറ്റ്. നിന്നെ അതിനകത്തേക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല. ഇതൊക്കെയാണ്, ഇങ്ങനെയേ നിനക്ക് ജീവിതത്തിൽ ഉണ്ടാകൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വിവാഹം കഴിച്ചാൽ ഓക്കെ, ആ കുട്ടിക്കത് ഐ അപ്രൂവ്, എനിക്ക് പ്രോബ്ലം ഇല്ല, ഞാൻ അതിലേക്ക് വരുന്നു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഓക്കെ. അതല്ലാതെ നിങ്ങൾ ഒരു കുട്ടിയെയും ചതിക്കാൻ പോകരുത്. അതുപോലെ തന്നെ സ്ത്രീകളും, പുരുഷന്മാരും സ്ത്രീകളും ആ ലെവലിലുള്ള ഒരു മെച്യൂരിറ്റി, അല്ലെങ്കിൽ ആ രീതിയിലൊരു ഓപ്പൺനെസ്, അങ്ങനെ വേണം നിങ്ങൾ ജീവിക്കാൻ. നിങ്ങളുടെ ലൈഫിൽ വരുന്ന ഏത് വ്യക്തി ലൈഫ് പാർട്ട്ണറായിട്ട് വന്നാലും അവർക്ക് കൊടുക്കേണ്ട ഒരു പൊസിഷൻ ഉണ്ട്. ആ പൊസിഷൻ അവർക്ക് കൊടുത്തിരിക്കണം. അവരുടെ റൈറ്റ്സ് അവർക്ക് കറക്റ്റായിട്ട് കിട്ടിയിരിക്കണം. അവരുടെ ലിമിറ്റ്സും നിങ്ങളും അറിഞ്ഞിരിക്കണം. അതിൽ നിന്നുകൊണ്ട് ഓരോരുത്തർക്കും റൈറ്റ്സും ലിമിറ്റ്സും ഉണ്ട്. അതായത് തൻ്റെ അമ്മയ്ക്കുണ്ട് റൈറ്റ്സും ലിമിറ്റ്സും, തൻ്റെ സിബ്ലിങ്സിനുണ്ട് റൈറ്റും ലിമിറ്റ്സും, തൻ്റെ അപ്പനുണ്ട് റൈറ്റും ലിമിറ്റ്സും, തൻ്റെ വൈഫിനുമുണ്ട് റൈറ്റും ലിമിറ്റ്സും. തിരിച്ചതുപോലെ തന്നെ സ്ത്രീക്ക്, ഭർത്താവിന്, അപ്പന്, അമ്മയ്ക്ക്, സിബ്ലിങ്സിന് എല്ലാവർക്കും റൈറ്റ്സും അവരുടേതായ ലിമിറ്റ്സും ഉണ്ട്. അത് റൈറ്റ്സുകൾ കൊടുത്തിരിക്കണം. ലിമിറ്റ്സുകൾ ക്രോസ് ചെയ്യാൻ ഒരാളെയും അനുവദിക്കാൻ പാടില്ല, അത് നടക്കാൻ പാടില്ല. ഈ ലെവലിലുള്ള കേപ്പബിലിറ്റീസും മെച്യൂരിറ്റിയും നിങ്ങൾക്ക് വന്നു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിവാഹം കഴിക്കുന്നതിന് പ്രശ്നമില്ല. അതല്ലാത്തത് ആര് വിവാഹം കഴിച്ചാലും അത് പ്രശ്നത്തിലേ തീരൂ. അതിനകത്ത് യാതൊരുവിധ പ്രോഗ്രസീവോ പീസോ ഹാപ്പിനെസ്സോ ആ റിലേഷൻഷിപ്പിൽ ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ analyze yourself, assess yourself before you are entering into any kind of like ഒരു ലൈഫ് പാർട്ട്ണർഷിപ്പ് റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ കയറുന്നതിന് മുമ്പ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം. അങ്ങനെ once you are matured, you know that you can do that,
എല്ലാവർക്കും അവരുടേതായ പൊസിഷൻസ് തൻ്റെ ചുറ്റും കൊടുത്തുകൊണ്ട് എല്ലാവരുടെയും റൈറ്റ്സിനെ തനിക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റിക്കൊണ്ട് എല്ലാവരുടെയും ലിമിറ്റ്സിനെ തനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിക്കൊണ്ട് നിങ്ങൾക്കൊരു ജീവിതം ജീവിക്കാൻ പറ്റും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ളപ്പോൾ മാത്രം ദയവായി ഒരു ലൈഫ് പാർട്ട്ണറെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുക, അല്ലെങ്കിൽ കൊണ്ടുവരിക. അതല്ലെങ്കിൽ ജീവിതം വളരെയേറെ ബുദ്ധിമുട്ട് നിങ്ങൾക്കും ആ വ്യക്തിക്കുമാകും, അതിൽ നിന്നുണ്ടാകുന്ന കുട്ടികൾക്കും, ഭാവി തലമുറയെ പോലും താറുമാറാക്കുന്ന രീതിയിലുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും നിങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ സെൽഫ്, ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ലൈഫ് പാർട്ട്ണർ, ടേക്ക് റെസ്പോൺസിബിലിറ്റി ഫോർ യുവർ ഫാമിലി. അങ്ങനെ വേണം നമ്മൾ ജീവിക്കാൻ. ഞാൻ എന്നും പറയാറുള്ളത് പോലെ തന്നെ, നെവർ അബ്യൂസ് എനിവൺ, നെവർ സെൽഫ് അബ്യൂസ്, നെവർ ടേക്ക് അബ്യൂസ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല പീസ്ഫുൾ ആയിട്ട്, ഹാപ്പി ആയിട്ട്, പ്രോഗ്രസീവായിട്ട് ജീവിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. അതിന് ദൈവം നമ്മയെല്ലാം അനുഗ്രഹിക്കും.